പ്രിയ പ്രേക്ഷകരെ, പതിവ് പോലെ ഇന്ന് കുടുംബമായി പോയൊരു സിനിമ കണ്ടു. ദുൽഖർ സൽമാൻ ടീമിന്റെ കാന്ത എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാസിക്കൽ അന്തസ്സുള്ള ഫിലിം. അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളതല്ല, നല്ല ക്ലാസിക്കൽ ഫിലിമാണ്. അതുകൊണ്ട് തന്നെ തുടക്കമേ ഞാൻ പറയട്ടെ, പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ സ്റ്റഡി ചെയ്തിട്ടേ കാണാവൂ. നിങ്ങളൊരു സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു എന്റർടൈൻമെന്റ്, ഒരു കോമഡി, കുറച്ച് പാട്ട്, അത്യാവശ്യം അടിപിടി സീന്, പിന്നെ നല്ല ഹെവി വിഷ്വലൈസിങ്. പ്രത്യേകിച്ച് ദുൽഖറിനെ പോലെയുള്ള ഒരു പടം, പുതിയ വലിയ ബഡ്ജറ്റ് ചെയ്യുന്ന പടങ്ങൾ, ഇത്തരം സിനിമകൾ കണ്ട് ശീലിച്ച് ആ ഒരു കൺസെപ്റ്റോടുകൂടി പ്രേക്ഷകരാരും തിയേറ്ററിൽ പോകണ്ട. അത് എന്തുകൊണ്ട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്റർടൈൻമെന്റ് ഫിലിമുകൾ സ്ഥിരം കാണുക, ഫുൾ ടൈം ഫൈറ്റ് ഫിലിം മീൻസ് തലവെട്ടുക, കാല് വെട്ടുക, കൈവെട്ടുക, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുക. പിന്നെ ഫുള്ള് ഒരു നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മലയാളത്തിലെ പ്രേമലു, പിന്നെ വന്നിട്ടുള്ള ഈ അടുത്ത കാലത്ത് പ്രേമലുവിന് ശേഷം ഇറങ്ങിയ ചില ചിത്രങ്ങൾ, പിന്നെ തമിഴിലെ എന്റർടൈൻമെന്റ് സിനിമകൾ, എക്സാമ്പിൾ പറഞ്ഞ പുതിയ കുട്ടികളുടെ പടം, അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില ചിത്രങ്ങൾ. അപ്പോൾ ഇത്തരം ചിത്രങ്ങളിലൊക്കെ ചില ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം എന്റർടൈൻമെന്റ് ഫിലിമുകളാണ്. ഈ എന്റർടൈൻമെന്റ് ഫിലിമുകൾ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പോകണ്ട. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കാഴ്ചപ്പാടോടെ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന എല്ലാവർക്കും ഈ സിനിമ ഒരു പരാജയമായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സൂപ്പർ സ്റ്റാറുകൾക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദുൽഖറിന് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റു നടന്മാർക്ക് എത്താൻ പറ്റില്ല, കഥയ്ക്ക് എത്താൻ പറ്റില്ല, വിഷ്വലൈസിങ്ങിൽ എത്താൻ പറ്റില്ല, അങ്ങനെ അതിനകത്തൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ അത്തരം ആൾക്കാരെ ആ ഒരു വീവോടുകൂടി നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ തിയേറ്ററിൽ പോകാൻ തയ്യാറാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ സിനിമയുടെ കഥ എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഒരു സിനിമ ഈ എന്റർടൈൻമെന്റ് അല്ലാതെ, മറ്റ് നമ്മളെ തൃപ്തിപ്പെടുത്താനല്ലാതെ